തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ CPIM-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൗതുകകരമായ അല്ലെങ്കിൽ അത്ഭുതകരമായ പല പ്രവണതകളും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. സാധാരണ നിലയ്ക്ക് BJP ആഫീസിൽ നിന്നൊക്കെ പുറപ്പെട്ട് കാണുന്ന ചില പ്രവണതകൾ അല്ലെങ്കിൽ അത്തരം ചില സമീപന നയങ്ങൾ CPM-ന്റെ നേതാക്കൾ തന്നെയും എടുത്തു പിടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഹിന്ദുത്വ ഏകീകരണത്തിൻ്റെ സാധ്യതകളെ പയറ്റുന്ന കാര്യത്തിലായാലുമൊക്കെ നിരന്തരമായി ഇപ്പോൾ ചില സംഗതി കാണുകയും അതിൻ്റെ വിമർശനത്തെ അവർ നേരിടുകയും ചെയ്തു നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം കാണുന്നത് മാതാ അമൃതാനന്ദമയിയുടെ ഒരു ആഘോഷവേദിയിൽ പോയി മന്ത്രി സജി ചെറിയാൻ അവരെ ആദരിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു, ചുംബിക്കുന്നു, അവർക്ക് സർക്കാരിൻ്റെ ഒരു പ്രശംസാപത്രം കൈമാറുകയും ചെയ്യുന്നതാണ്. സാധാരണ നിലയ്ക്ക് ഇത്തരം ഏർപ്പാടുകളുടെ ഭാഗമായി CPIM-കാരെയും മന്ത്രിമാരെയും ഒന്നും കാണാത്തതായിരുന്നു. മുൻപ് അമൃതാനന്ദമയുടെ കാര്യത്തിലാവട്ടെ വലിയ വിമർശനം ഉന്നയിക്കുകയും ആ ആശ്രമത്തിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണമെന്ന് നിലപാട് സ്വീകരിക്കുകയും ചെയ്തവരാണ് CPM-കാർ എന്ന് നമുക്കറിയാം. പിണറായി വിജയൻ തന്നെയും വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. CPIM-ന്റെ പാർട്ടി ചാനൽ ഒരു ഘട്ടത്തിൽ അമൃതാനന്ദമയി ആശ്രമത്തിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരാൻ നടത്തിയിട്ടുള്ള വലിയ ഭഗീരഥ യാത്രകൾ നാം കാണുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ 2 തവണ അധികാരം പൂർത്തിയാക്കി മൂന്നാമത് അത് തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന ഘട്ടത്തിൽ മുൻ നിലപാടുകളെല്ലാം മാറ്റിമറിക്കുകയാണ്. ശബരിമലയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ അമൃതാനന്ദമയുടെ കാര്യത്തിലായാലും ഒക്കെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലുമെല്ലാം ഈ സമുദായ നേതാക്കളെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇതിലെല്ലാം നിലപാടുകളെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ ഒരു ലൈൻ പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന CPM-നെ കാണും. അപ്പോൾ അമൃതാനന്ദമയ്യെ ആലിംഗനം ചെയ്തതുകൊണ്ട് CPM സാധ്യമാക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യമാക്കുന്ന സംഗതി എന്താണ്? അത് ഈ പുതിയ ഈ പ്രവണതകൾ, ഈ സമീപനങ്ങൾ അവരെ അതിന് എന്തുമാത്രം ഹെൽപ്പ് ചെയ്യുമെന്നതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് നമ്മൾ ആദ്യം. അജിംസിന് ഇപ്പോൾ എന്താണ് തോന്നുന്നത്? ഇപ്പോൾ ഇതിൻ്റെ ഒരു 2 നിലപാട് ജനത്തിന് അറിയാം. കാരണം എന്താണ് അമൃതാനന്ദമയി മഠത്തോടും അവരോടും CPIM സ്വീകരിച്ചിട്ടുള്ള നിലപാട് നമുക്ക് അറിയാവുന്നതാണ്. CPM-ന്റെ ഈ ഒരു ലൈനിനെ, ഈ ഒരു എന്താണ് സ്ട്രാറ്റജി എങ്ങനെ കാണുന്നു? അതിൻ്റെ ഒരു ഫലപ്രാപ്തി എന്തുമാത്രമായിരിക്കും? ഈ അമൃതാനന്ദമയുടെ വിഷയം എടുത്തു കഴിഞ്ഞാൽ അതിൽ പാർട്ടിയിൽ 2 അഭിപ്രായം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഒരു ആത്മീയ ചൂഷണ കേന്ദ്രം എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പാർട്ടി തന്നെ അമൃതാനന്ദമയ മഠത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പീപ്പിൾസ് ഡെമോക്രസിയിൽ ലേഖനമൊക്കെ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും ഒടുവിൽ നമ്മുടെ ഓർമ്മയിലുള്ള ഏറ്റവും ഒടുവിലെ കാര്യം 2014 ഗെയിൽ ട്രെഡ്വെല്ലിൻ്റെ ആത്മകഥ പുറത്തിറങ്ങിയ സമയം ഹോളി ഹെൽ എന്നായിരുന്നു പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അവർ ആത്മകഥ പുറത്തിറങ്ങുന്നത് തന്നെ വാർത്ത ചെയ്യാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ മടിച്ചു നിന്നൊരു സമയമാണ്. മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ആത്മകഥയെക്കുറിച്ചൊരു വാർത്ത പോലും കൊടുത്തിട്ടില്ല. അതിഗുരുതരമായ ആരോപണമാണ് അതിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന്, അവർ തന്നെ ഈ ഗെയിൽ ട്രെഡ്വെൽ തന്നെ പറയുന്നു, ഞാൻ 19 വർഷത്തോളം ആശ്രമത്തിനകത്ത് റേപ്പിനിരയായി. അപ്പോൾ അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകനായ ഇടയ്ക്ക് ചർച്ചയ്ക്ക് വരാറുണ്ട്, അദ്ദേഹം കരുനാഗപ്പള്ളി പോലീസിലൊരു കേസ് കൊടുത്തു. ഇതൊരു കോഗ്നിസബിൾ ഒഫൻസാണ്. ഒരു സ്ത്രീ താൻ റേപ്പ് ചെയ്യപ്പെട്ടു 19 വർഷം എന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതിയിരിക്കുന്നു, പോലീസ് കേസെന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തു. തൊട്ടുടനെ എറണാകുളം സ്വദേശിയായ മറ്റൊരാൾ ഒരു കേസും തിരിച്ചു കൊടുത്തു. ഈ വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾ, അന്ന് വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ടർ ചാനൽ, മീഡിയ വൺ, മാധ്യമം പത്രം, അങ്ങനെ കുറച്ച് മാധ്യമങ്ങൾക്കെതിരെയാണ് ആ കേസുണ്ടായിരുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത്, അന്ന് ഉമ്മൻചാണ്ടിയാണ് ഭരിക്കുന്നത്, കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് കൊടുത്ത ഒരു പരാതി ഉണ്ടല്ലോ, ഇതിൽ കോഗ്നിസബിൾ, അയാൾക്കെതിരെ കേസെടുക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. അദ്ദേഹം പിന്നെ സുപ്രീം കോടതി വരെ പോയി, പക്ഷേ സുപ്രീം കോടതി വരെ പോയിട്ടും കാര്യം നടന്നില്ല. കേസെടുക്കാത്തത് കോട്ടലക്ഷ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതി അദ്ദേഹം റീഡയറക്റ്റ് ചെയ്തു, മറ്റേതെങ്കിലും കീഴ്ക്കോടതിയിൽ പൊക്കോളൂ റീഡയറക്റ്റ് ചെയ്യണം ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് CPM-ന്റെ ചാനലായ കൈരളി ചാനലിൻ്റെ അന്നത്തെ എഡിറ്ററും ഇപ്പോൾ രാജ്യസഭാ MP-യുമായ ജോൺ ബ്രിട്ടാസ് ന്യൂയോർക്ക് വരെ യാത്ര ചെയ്ത് ഗെയിൽ ട്രെഡ്വെല്ലിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു വിവാദം കത്തി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് VS അച്യുതാനന്ദൻ അതിശക്തമായൊരു നിലപാട് സ്വീകരിച്ചു. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ആത്മീയ നേതാവാണ് അവർ ധാരാളം അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവായിരിക്കെ അമൃതാനന്ദമയിക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഇവർ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ആത്മീയ നേതാവാണ്. അവരുടെ ആ പശ്ചാത്തലം മറന്നുകൊണ്ട് അവർ ആയിരക്കണക്കിന് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾക്കും നൊമ്പരം അനുഭവിക്കുന്നവർക്കും ആശ്വാസമേകുന്ന ഒരാളാണ്. അവരെ ആക്രമിക്കുന്നത് അവരുടെ പശ്ചാത്തലത്തെ ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ട് അത് അതിശക്തമായ ഡിഫൻസിൽ അദ്ദേഹം വരികയും വളരെ പെട്ടെന്ന് പൊടുന്നനെ CPM-ന്റെ ആ ഒരു എതിർപ്പ്, അമൃതാനന്ദമയത്തോടുള്ള പരസ്യമായ എതിർപ്പ് ഇല്ലാതാവുകയും ചെയ്തു. പിന്നീട് നമുക്ക് കാണുന്നത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അമൃതാനന്ദമയ മഠത്തോട് അങ്ങനെ എന്തെങ്കിലും എതിർപ്പ് സർക്കാരോ പാർട്ടിയോ സ്വീകരിച്ചതായി നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ നടത്തുന്ന ഈ ഒരു എക്സസൈസ്, നിഷാദ് നേരത്തെ സൂചിപ്പിച്ച പോലെ വെള്ളാപ്പള്ളി നടേശനെ വാഹനത്തിലെത്തി അയ്യപ്പധർമ്മ സംഗമത്തിന് കൊണ്ടുപോകുന്നു, NSS-ഉമായി കൈകോർക്കുന്നു, അമൃതാനന്ദമയിയെ ആശ്ലേഷിക്കുന്നു. ഈ 3 കാര്യങ്ങൾ പാർട്ടി വിശദീകരിക്കുക, പാർട്ടി പ്രതിനിധികൾ വിശദീകരിക്കുക,
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തെക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ പോലുള്ള ജില്ലകളിൽ BJPയിലേക്ക് ഒഴുകിപ്പോയ പാർട്ടി വോട്ടുകൾ തടഞ്ഞു നിർത്തുക, തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വിശദീകരണത്തിൽ നിന്ന്. അവിടെ എനിക്ക് ഒരു സംശയം ഇതാണ്, എന്തുകൊണ്ടാണ് പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിപ്പോയത് എന്ന് CPM പരിശോധിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം എന്താണ്? അത് BJP നല്ല ഭരണം ഇന്ത്യ മൊത്തം കാഴ്ചവെക്കുന്നതുകൊണ്ടാണോ? കേരളത്തിൽ BJPയുടെ പ്രകടനം നല്ലതാണോ? അതുകൊണ്ടാണോ ഈ പാർട്ടി വോട്ടുകൾ അങ്ങോട്ട് പോയത്? അതല്ല മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ? ഈ പാർട്ടി വോട്ടുകൾ, ഈ വോട്ട് ബാങ്ക് ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടതുകൊണ്ടാണോ ഒഴുകിപ്പോയത്? അതല്ല, കഴിഞ്ഞൊരു 10-15 വർഷമായി സംസ്ഥാനത്ത് തുടരുന്ന വെറുപ്പിൻ്റെ പ്രസാരണം, സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള വെറുപ്പിൻ്റെ പ്രസാരണം ഈ വോട്ട് ബാങ്കുകളെ സ്വാധീനിച്ചോ? ആ വെറുപ്പിൻ്റെ പ്രസാരണം കൊണ്ടാണ് ഈ വോട്ട് ബാങ്കുകൾ ഒഴുകിപ്പോയത്. ഈ 3 കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ എന്തുകൊണ്ടാണ് ഇത് ഒഴുകിപ്പോയതെന്ന് കണ്ടാലാണുള്ളത് തിരികെ കൊണ്ടുവരാൻ കഴിയുക. അത് ഇനി അതല്ല, BJP മോദി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരു എന്താണ് പറയുക, ഒരു കരിസ്മാറ്റിക് അപ്പിയറൻസിൽ അങ്ങോട്ട് ആകൃഷ്ടരായി പോയതാണോ? അതല്ല ഇവരുടെ ഐഡിയോളജി തന്നെ മാറിപ്പോയിട്ടുണ്ടോ? ആളുകളുടെ തോട്ട് പ്രോസസ് മാറ്റിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെ പരിശോധിച്ചിട്ടാണ് ഈ ഒരു പുതിയ എക്സസൈസിലൂടെ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമമെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം ഇപ്പോൾ NSSുമായി CPMന് ഇണങ്ങിയും പിണങ്ങിയുമുള്ള ബന്ധമാണ്. ഞാൻ മുമ്പ് ഇവിടെ വിശദീകരിച്ചിരുന്നു. അതായത് ഇപ്പോൾ UDF സമുദായ സംഘടനകളെ പ്രീണിപ്പിക്കുന്ന ഒരു മുന്നണി തന്നെയാണ്. അവർ സമുദായങ്ങൾക്കെതിരെയോ മതസംഘടനകൾക്കെതിരെയോ എതിരായിട്ടുള്ള ഒരു കാര്യം പറയില്ല. അതിനിപ്പോൾ എന്തെല്ലാം പ്രശ്നമാണെങ്കിലും, ഇപ്പോൾ CPM അമൃതാനന്ദമയ്ക്കെതിരെ സ്വീകരിച്ചൊരു നിലപാട് ഒരിക്കലും UDFൽ നിന്നുണ്ടാവില്ല. UDFൻ്റെ പോലീസ് സ്വീകരിച്ച സമീപനമാണ് നമ്മൾ പറഞ്ഞത്. അതേസമയം അവർക്ക് പരസ്യമായി അവരെ പിന്തുണയ്ക്കുന്ന, ഉദാഹരണത്തിന് ഇപ്പോൾ NSSന് ഉമ്മൻചാണ്ടി സർക്കാർ കാലത്ത് തിരുവനന്തപുരം നഗരത്തിൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഭൂമി വെറുതെ എഴുതി കൊടുക്കുന്നു. SNDPക്ക് വാഗമണിൽ 25 ഏക്കർ ഭൂമി എഴുതി കൊടുക്കുന്നു. അങ്ങനെ കോളേജുകൾ അനുവദിക്കുന്നു, സ്കൂളുകൾ അനുവദിക്കുന്നു. അങ്ങനെ ദ്രവ്യപ്രധാനമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ സമുദായങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് UDFൻ്റെ നയം. അതേസമയം LDF എന്താ ചെയ്യുക? LDF വളരെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയാവുന്ന രീതിയിൽ അവരാവശ്യപ്പെടാതെ തന്നെ ആ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാവുന്ന ഭരണപരമായ നയങ്ങൾ സ്വീകരിക്കുന്നു. അത് ഭൂപരിഷ്കരണം മുതൽ മുന്നോക്ക സംവരണം വരെ സെയിം പാറ്റേണാണ് CPMും LDFും സ്വീകരിക്കുക. മുന്നോക്ക സംവരണം ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടല്ല CPM നടപ്പാക്കിയത്. ആവശ്യപ്പെടാതെ തന്നെ നടപ്പാക്കിയിട്ട് ധൈര്യമുണ്ടോ നടപ്പാക്കാൻ എന്ന് വെല്ലുവിളിക്കുകയാണ് BJPയെ കോടിയേരി ബാലകൃഷ്ണൻ ചെയ്തത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും കേരള രാഷ്ട്രീയത്തിൽ സ്വീകരിച്ചിട്ട് നയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ വോട്ട് ബാങ്കിനെ തങ്ങളോടൊപ്പം നിർത്താൻ, അതായത് ഈ മുന്നാക്ക വോട്ട് ബാങ്കുകളെ തങ്ങളോടൊപ്പം നിർത്താൻ CPMന് കഴിഞ്ഞിരുന്നു. പിന്നാക്ക വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ SNDP പ്രതിനിധീകരിക്കുന്ന സമുദായത്തെ സംബന്ധിച്ചാണെങ്കിൽ ആ സമുദായത്തിന് അനുഗുണമായ എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ പ്രീണനപരം എന്ന് തോന്നുന്ന രീതിയിൽ LDF ചെയ്യില്ല. പകരം അവർ ചെയ്യുന്നത് മൊത്തം പിന്നോക്ക വിഭാഗങ്ങളെ, ദാരിദ്ര്യരേഖ താഴെയുള്ള മനുഷ്യരെ, അധ്വാന വർഗത്തെ സ്വാധീനിക്കുന്ന നയങ്ങൾ നടപ്പാക്കും. അതിന് തൊഴിലാളി വർഗ നയങ്ങൾ എന്ന് പറയാൻ പറ്റും. അതെല്ലാവരെയും സ്വാധീനിക്കുന്ന ഒന്നാണ്. അതേസമയം ഈ മുന്നോക്ക വിഭാഗങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുക ഈ പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് മാതൃകയിലുള്ള ഭരണപരമായ നയങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്യുക. അത് ഭൂപരിഷ്കരണത്തിൽ നമുക്ക് കാണാം, മുന്നോക്ക സംവരണത്തിലും കാണാം. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിക്ക് വളരെ പെട്ടെന്ന് ആ വോട്ടുകളെല്ലാം ഒഴുകിപ്പോകുന്നു എന്ന് തോന്നുമ്പോൾ ഈ നമ്മളിപ്പോൾ കാണേണ്ട ഒരു കാര്യം, ഹിന്ദു സമുദായത്തിലെ വളരെ പ്രധാനപ്പെട്ട സമുദായ സംഘടനകളാണ് NSSും SNDPയും. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം ചെറിയ സംഘടനകളാണ്, ജനസംഖ്യ കുറഞ്ഞ പാർട്ടികളാണ്. ഈ 2 സമുദായ സംഘടനകളെ പ്രീണിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒഴുകിപ്പോയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാം എന്നാണ് CPM കരുതുന്നതെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ ഒരു പ്രശ്നമുണ്ട്. ഈ ഒഴുകിപ്പോയ വോട്ടുകൾ എന്തുകൊണ്ട് ഒഴുകിപ്പോയി എന്ന് പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇപ്പോൾ ഈ ചെയ്യുന്ന എക്സസൈസ് കൊണ്ട് ആ വോട്ടുകൾ തിരിച്ചു വരുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഉദാഹരണത്തിന് അമൃതാനന്ദമയ്യയുടെ കാലിൽ വീണിട്ടുണ്ട്, അമൃതാനന്ദമയ്യെ പോയിട്ട് കാൽ തൊട്ട് വന്ദിച്ചിട്ടുണ്ട് AK ആൻ്റണി. അന്ന് AK ആൻ്റണി വിമർശിച്ചവരാണ് ആര്? CPM. ഇന്ന് അതേ CPMൻ്റെ ഒരു മന്ത്രി അമ്മയെ പോയി ആശ്രയിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? സെയിം പ്രാക്ടീസ് ചെയ്യുകയാണ് ആ വോട്ട് ലഭിക്കാൻ വേണ്ടി. NSSുമായി ഉള്ള എല്ലാ അഭിപ്രായ ഭിന്നതകളും മറന്നുകൊണ്ട് NSSൻ്റെ സാന്നിധ്യം, ആഗോള അയ്യപ്പ സംഗമത്തിലെ സാന്നിധ്യം ആഘോഷിക്കപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിൻ്റെ ക്ഷണക്കത്തിന് മറുപടി അഭിമാനപൂർവ്വം മന്ത്രി VN വാസവൻ വായിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിച്ചത് തന്നെ അദ്ദേഹം അയ്യപ്പ ഭക്തനാണ് എന്ന കാര്യത്തിലാണ് അദ്ദേഹത്തെ ക്ഷണിച്ചതെന്ന് പറയുന്നു. ഇത് ചൂണ്ടിക്കാട്ടുന്നത് ഈ പണി ചെയ്ത് ആ പോയ വോട്ട് തിരിച്ചു കൊണ്ടുവരാനാണെങ്കിൽ ഇതേ പണി ഇതിലും വൃത്തിയായി ഇതിലും മനോഹരമായി ചെയ്യാൻ BJPക്ക് അറിയാം എന്നുള്ളതാണ്. അമൃതാനന്ദമയെ ചുംബിക്കാനും അവരുടെ കാലിൽ വീഴാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ സജി ചെറിയാന് കുറച്ച് വൈക്ലഭ്യം ഉണ്ടാകും, കാരണം അതൊരു ആൾ ദൈവമാണ് എന്നൊരു ബോധം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. പക്ഷേ ഈ വൈക്ലഭ്യം ഒന്നുമില്ലാതെ BJPക്ക് അത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. ഈ SNDPയുമായി BJP നേരത്തെ തന്നെ ബന്ധത്തിലാണ്, അത് ഓൾറെഡി ഓൺഗോയിങ് ആയിട്ടുള്ളൊരു ബന്ധമാണ്. PDJS എന്നൊരു പാർട്ടി രൂപീകരണത്തിലേക്ക് എത്തപ്പെട്ട ബന്ധമാണ്. പരസ്യമായി അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്
BJPയുടെ കേരളത്തിലെ അജണ്ട എന്താണോ അത് ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യുന്ന സമുദായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സ്വന്തം കാറിൽ കയറ്റി അയ്യപ്പധർമ്മ സംഗമത്തിലേക്ക് കൊണ്ടുപോയാൽ ഈ ഒലിച്ചുപോയ വോട്ട് തിരിച്ച് CPM-ലേക്കാണ് വരിക, അതല്ല കൂടുതൽ വോട്ടുകൾ BJP-യിലേക്കാണ് പോകുക എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM മാത്രമല്ല CPI-യും അത് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം അമൃതാനന്ദമയുടെ കാര്യത്തിലാണ്. ഇന്ന് അമൃതാനന്ദമയുടെ ജന്മദിനത്തിൽ സജി ചെറിയാൻ നടത്തിയിട്ടുള്ള ആ പെർഫോമൻസ്, അതിനെ വിമർശിച്ചുകൊണ്ട് കുറച്ച് CPM അണികൾ പോസ്റ്റൊക്കെ ഇട്ടത് ഞാൻ കണ്ടു. ഇപ്പോൾ P. ജയരാജൻ്റെ മകൻ്റെ ഒരു പോസ്റ്റ് ഞാൻ വരുമ്പോൾ ശ്രദ്ധിച്ചു. അതിൻ്റെ അടിയിൽ വന്നിട്ട് അടിയിൽ വരുന്ന കമൻറ്റ്, സഖാക്കളുടെ കമൻറ്റ് വേറെ രീതിയിലാണ്. അത് മലബാറിൽ നിന്നുള്ള സഖാക്കളാണ്. അവർക്കറിയില്ല അമൃതാനന്ദമയി എങ്ങനെയാണ് ഇൻഫ്ലുവൻഷ്യൽ ആകുന്നത്, ആലപ്പുഴയിലും കൊല്ലത്തും എങ്ങനെയാണ് ഇൻഫ്ലുവൻഷ്യൽ ആകുന്നത് അറിയാത്ത സഖാക്കളാണ് അവരെ കടപ്പുറം സുധാമണി പോലുള്ള അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ച് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനടിയിൽ വന്ന് ചിലർ ചോദിക്കുന്നുണ്ട്, അവർ കടപ്പുറത്ത് ജനിച്ചതാണോ നിങ്ങളുടെ പ്രശ്നം, അവരുടെ OBC കാസ്റ്റിൽപ്പെട്ടതാണോ നിങ്ങളുടെ പ്രശ്നം, ചില തിരിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർക്കിപ്പോഴും മനസ്സിലാവില്ല. പാർട്ടിക്കകത്ത് തന്നെ ഇതിൻ്റെ ഈ എൻജിനീയറിങ് കൃത്യമായി മനസ്സിലാകാത്ത സഖാക്കളുമുണ്ട്. ഞാൻ പറയുന്നത് ഇതാണ്, എന്തുകൊണ്ടാണോ ഈ വോട്ട് ഒലിച്ചു പോയത് അത് തിരിച്ചു കൊണ്ടുവരാൻ അതിന് വേണ്ട മരുന്നാണ് കൊടുക്കേണ്ടത്. അതിന് പകരം BJP വോട്ട് ആകർഷിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചാൽ അത് കൂടുതൽ വോട്ടുകൾ അങ്ങോട്ട് ഒഴിവാനെ ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ദിവസം ഇതിൻ്റെ ഫലപ്രാപ്തി എത്രയാണെന്നുള്ള ചോദ്യം ഒന്ന്. രണ്ടാമത്, ഇപ്പം ഈ ഉയർന്നു വരുന്ന വിമർശനമുണ്ടല്ലോ, നിങ്ങൾ ഹിന്ദുത്വ ലൈൻ പിടിക്കുകയാണെന്നുള്ള വിമർശനം, അതേക്കുറിച്ചുള്ള ചർച്ചകൾ അതുപോലും CPM എൻജോയ് ചെയ്യണം? അല്ല, ഇത് ഇപ്പോൾ അമൃതാനന്ദമയിയെ ആശ്ലേഷിച്ചു എന്നുള്ളത് അത് എന്തോ ഒരു ഭയങ്കര സംഭവം എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അമൃതാനന്ദമയിയെക്കുറിച്ച്, അവരുടെ ഈ ആശ്ലേഷത്തെക്കുറിച്ച് മുമ്പ് KN പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ അമൃതാനന്ദമയി ഒരു സാന്ത്വന പ്രതിഭയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയധികം ആളുകളെ ആശ്ലേഷിക്കുക, കെട്ടിപ്പിടിക്കുക, അങ്ങനെ സ്വാന്തനിപ്പിക്കാൻ ഒരാൾക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അസാധാരണമായിട്ടുള്ള ശേഷിയാണ്. ആ നിലയ്ക്ക് എനിക്കത് കഴിയില്ല. എനിക്ക് ആളുകൾ അധികം ക്ഷയിക്കാൻ ചെയ്യുന്നത് തന്നെ പ്രയാസമാണ്. അതുകൊണ്ട് അമൃതാനന്ദമയ്യെ ഞാൻ കേരളത്തിലെ ഒരു സാന്ത്വന പ്രതിഭയായിട്ട് കാണുന്നു എന്നാണ് KN പറഞ്ഞത്. പക്ഷേ അതേസമയം ഇടതുപക്ഷം പൊതുവേ അങ്ങനെ നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെയല്ല. ഇപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞ കേരളത്തിൽ അമൃതാനന്ദമയി ബന്ധപ്പെട്ട ഏറ്റവും മോശം പരാമർശം നടത്തിയ ആൾ TK ഹംസയാണ്. അത് AK ആൻ്റണി അവരെ പോയി ഇതേമാതിരി ആശ്ലേഷിച്ചപ്പോഴാണ് നിയമസഭയിൽ, അന്ന് TK ഹംസ ചീഫ് വിപ്പാണ്, നടത്തിയൊരു പരാമർശം. അത് എക്സ്പെൻഡ് ചെയ്താണ്, സഭാരേഖകൾ നീക്കിയതാണ്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷേ സഭാരേഖകൾ നോക്കിയാൽ 1998 ജൂൺ 30 സഭാരേഖകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജൂലൈ 2-നോ 3-നോ മറ്റോ ഇദ്ദേഹം അതിൽ ഖേദപ്രകടനം നടത്തുന്നതാണ്. അത് വലിയ വിവാദമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊക്കെ BJP, ഹിന്ദു ഐക്യവേദി വീട്ടിലേക്ക് മാർച്ച്, നിയമസഭാ മാർച്ച്, സെക്രട്ടേറിയറ്റ് മാർച്ച്, ഇങ്ങനെയൊക്കെ പല പരിപാടിയും നടന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ CPM-ൽ രണ്ട് നിലപാടും പല സമയങ്ങളിൽ അമൃതാനന്ദമയി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അമൃതാനന്ദമയി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സംസാരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ, യോഗി ആദിത്യനാഥ് ഇതൊക്കെ വന്നല്ലോ. ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഈ സംഗതി സജി ചെറിയാൻ്റെ പെർഫോമൻസ് നടക്കുന്നത്. പക്ഷേ അതേസമയം വെള്ളാപ്പള്ളി നടേശൻ, യോഗി ആദിത്യനാഥ് എന്നിങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അമൃതാനന്ദമയുടെ പേര് പറയാൻ പറ്റില്ല. കാരണം അവർ കേരളത്തിൽ വർഗീയത ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിട്ട് നമുക്കറിയില്ല. അവരുടെ ഒരു പഴയ ഡിസൈപ്പിൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഹോളി ഹെൽ എന്താണ്, മെമ്മോർ ഓഫ് ഡിവോഷൻ ആൻഡ് പ്യുവർ മാഡ്നസ്. അപ്പോൾ പ്യുവർ മാഡ്നസ്, ആ ആശ്രമത്തിനകത്തെ പ്യുവർ മാഡ്നസ്സിനെ കുറിച്ചാണ് അവർ എഴുതുന്നത്. അത് ഏതാണ്ടല്ല ഈ ഗോഡ്മാൻ ആശ്രമങ്ങളിലും ആൾദൈവ ആശ്രമങ്ങളിലും എല്ലായിടത്തും കാണുന്ന കാര്യമാണ്. അത് അതിനകത്തുള്ള ഇൻറ്റേർണലായുള്ള പ്രശ്നങ്ങളാണ്. ഓഫ് കോഴ്സ് അതിനകത്ത് എന്താണ് ക്രിമിനൽ ഇത് അട്രാക്ട് ചെയ്യുന്ന സംഗതികളുണ്ടെങ്കിൽ നടപടികളൊക്കെ കാണുമ്പോൾ, പക്ഷേ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന, വിദ്വേഷം ഉണ്ടാക്കുന്ന യോഗി ആദിത്യനാഥ് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ എന്താണ് ചെയ്യുന്നത്, ആ പണി അവരൊരിക്കലും ചെയ്തിട്ടില്ല. അവരുടേതായ ഒരു ഡിസൈപ്പിൾ ശൃംഖല, അവരുടേതായ കുറേ ആളുകൾ ഡിസൈപ്പിൾസ് ആക്കി വെക്കുന്നു, അവരോട് പല കാര്യങ്ങൾ സംസാരിക്കുന്നു, അവരെ ആശ്ലേഷിക്കുന്നു, അവർക്ക് ആത്മീയവും പലതരത്തിലുള്ള അവർക്ക് ഗുണം എന്ന് തോന്നുന്ന പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരാളെ CPM എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശ്ലേഷിക്കുമോ അതൊക്കെ വെച്ചാൽ വേറെ ചോദ്യം. എനിവേ ഏതെങ്കിലും നിലക്കൊരു സാമൂഹിക പ്രശ്നം അമൃതാനന്ദമായി കേരളത്തിൽ ഇതുവരെ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ലൈനിൽ യോഗി ആദിത്യനാഥ്, വെള്ളാപ്പള്ളി നടേശൻ, അമൃതാനന്ദമയി എന്ന് പറയുന്നതിലൊരു സൂക്ഷ്മതാ പ്രശ്നമുണ്ട്. പക്ഷെ അതേസമയം ഈ പെർഫോമൻസ്, സജി ചെറിയാൻ നടത്തിയ പെർഫോമൻസ് അങ്ങേരുടെ ഒരു സ്വതന്ത്രമായൊരു ആവിഷ്കാരമായിട്ട് കാണേണ്ട, പാർട്ടി മൊത്തത്തിൽ സ്വീകരിച്ച, നമ്മൾ സംസാരിച്ച കാര്യം തന്നെയാണ്, പാർട്ടി മൊത്തത്തിൽ സ്വീകരിച്ച ഒരു ലൈനിൻ്റെ ഭാഗമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവിടെ ഹിന്ദു വോട്ട് സമാഹരിക്കുക, അതാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. അല്പം കൂടി കടന്ന് ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കുക എന്നിടത്ത് ചില സന്ദർഭങ്ങളിൽ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ അമൃതാനന്ദമയി സാന്ത്വന പ്രതിഭയാണെങ്കിൽ ഒരു സാന്ത്വനകാര്യ വകുപ്പ് മന്ത്രി നമുക്കുണ്ട്, VN വാസവൻ. ഈ
വിഷം കലക്കുന്ന ഈ ജാതി കൊടും വർഗീയത പറയുന്ന മനുഷ്യർ എവിടെയൊക്കെ ഉണ്ടോ അവരെയൊക്കെ പോയി കെട്ടിപ്പിടിക്കുക, അവരെ സ്വാന്തനിപ്പിക്കുക, അവരെ ആശ്വസിപ്പിക്കുക. ആ നിലക്ക് എന്താണ് ആദരവുകാര്യ മന്ത്രി എന്നോ അല്ലെ സ്വാന്തനകാര്യ മന്ത്രി എന്നോ വിളിക്കാവുന്ന തലത്തിൽ ആ ഏരിയയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കുറേ കാലമായിട്ട്. അതെന്തിനാണ് ചെയ്യുന്നത്? ഇപ്പോൾ നാർക്കോട്ടിക് ജിഹാദ് ഇവിടെ ഭീകരമായിട്ട് നടക്കുകയാണെന്ന് പറയുന്ന ഒരു ബിഷപ്പിനെ ഇദ്ദേഹം അങ്ങോട്ട് പോയി സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ മഹത്വം വാഴ്ത്തുന്നതിനാണ്. ഞാൻ ഈ പറഞ്ഞ ഈ ഇക്വേഷൻ അതൊന്ന് ക്രമപ്പെടുത്താൻ വേണ്ടിയാണ്. ഇവിടെ മറ്റവനുണ്ട്, അപ്പോൾ മറ്റവനെതിരെ നമുക്കൊന്ന് ഒന്നിക്കാം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് CPM കൊണ്ടു നടക്കുന്നത്. അതാണ് ഞങ്ങളുടെ മുമ്പുള്ള വഴി എന്ന തിരിച്ചറിവുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പല കാര്യങ്ങൾ, ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ കത്ത് വളരെ അഭിമാനബോധത്തോടുകൂടി വായിക്കുക. സ്റ്റേറ്റ് കാറിൽ, മുഖ്യമന്ത്രിയുടെ കാറിൽ തൊട്ട് തലേന്ന് വരെ കൊടിയ വിദ്വേഷം പ്രസംഗിച്ച് നടന്നൊരു സമുദായ നേതാവിനെ മുഖ്യമന്ത്രിയുടെ കാറിൽ സർക്കാർ സ്പോൺസർഷിപ്പിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി അനുഗമിച്ച് കൂട്ടിക്കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, അത് പിണറായി വിജയനെ പോലത്തെ ഒരാളെന്ന് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് ഈ ഇത്തരം കാര്യങ്ങളെ തുടർച്ചയിൽ നടക്കുന്ന ഏറ്റവും അവസാനത്തെ അല്ല ഒടുവിലത്തെ ഒരു എപ്പിസോഡ് എന്നുള്ള എനിക്ക് മാത്രമാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ വിഷയം ഇതാണ്, CPM സ്വീകരിച്ചിരിക്കുന്ന ഈ ഒരു ലൈൻ, ഈ ഒരു പൊളിറ്റിക്കൽ ലൈനാണ്. ഇതിൽ അപകടകരമായൊരു സംഗതി എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് CPMൻ്റെയും BJPയുടെയും ഡിസൈൻ ഉണ്ടല്ലോ, ഒരു ഫ്യൂച്ചർ പൊളിറ്റിക്കൽ ഡിസൈൻ, അതിനകത്തൊരു കോമൺ പോയിൻ്റ് ഉണ്ട്. ആ കോമൺ പോയിൻ്റ് എന്താണ്? CPMനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത് അധികാരത്തിൽ വരിക എന്നതാണ് അവരുടെ ലക്ഷ്യം. BJPയുടെ ലക്ഷ്യം എന്താണ്? അടുത്ത തവണ LDF അധികാരത്തിൽ വരിക, അല്ല പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരും. അപ്പോൾ BJP അടുത്ത ഇലക്ഷനിൽ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെയും CPMൻ്റെയും ലക്ഷ്യം ഒന്നാണ്. BJPയുടെ ലക്ഷ്യം LDF അധികാരത്തിൽ വരിക എന്നുള്ളതാണ്, CPMൻ്റെ ലക്ഷ്യം LDF അധികാരത്തിൽ വരിക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോമൺ പോയിൻ്റ് ഉണ്ടാകുന്നത്? ഈ കോമൺ പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 3 തവണ പ്രതിപക്ഷത്തിരിക്കാനുള്ള ശേഷിയൊന്നും കോൺഗ്രസ്സിനില്ല. അത് ചെയ്യുന്നിടത്ത് ഞങ്ങൾക്ക് വളമാകും എന്നുള്ളതാണ്. BJPയുടെ അടുത്ത ഇലക്ഷൻ പോളിസി എന്താണ്? അവർ വ്യാപകമായിട്ട് എല്ലാ മണ്ഡലങ്ങളിലും ഭയങ്കരമായി അധ്വാനിച്ച് മത്സരിക്കാൻ പോകുന്നില്ല. അത് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാര്യമാണ്. അവർ തിരഞ്ഞെടുത്ത മണ്ഡലങ്ങളുണ്ട്. എന്താണ് A ക്ലാസ് മണ്ഡലം എന്ന് പറയുന്നത്? അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെയാണ്, അവരുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവിടെയാണ്. അവരുടെ പ്രചാരകന്മാരെ, RSSൻ്റെ കാര്യകർത്താക്കളെയും പ്രചാരകന്മാരെയൊക്കെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ടാണ് അയക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ ബി ഗോപാലകൃഷ്ണ തിയറി പ്രകാരം വോട്ടുകളും അങ്ങോട്ടാണ്. ചുമ്മാ ഈ കോഴിക്കോടും തൃക്കരിപ്പൂരും അവിടെയും ഇവിടെയൊക്കെ കുറേ വോട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല. പരമാവധി വോട്ടുകൾ അങ്ങോട്ട് കൊണ്ടുപോകും. എവിടേക്ക്? നേമത്തേക്ക് കൊണ്ടുപോവുക, ചാത്തന്നൂരേക്ക് കൊണ്ടുപോവുക, വട്ടിയൂർക്കാവിലേക്ക് കൊണ്ടുപോവുക, പാലക്കാടേക്ക് കൊണ്ടുപോവുക. ഈ സ്ട്രാറ്റജി വെച്ചാണ് അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലങ്ങളിൽ വിജയിച്ചാൽ മതി, വേറെ അടുത്ത് പണിയെടുത്തിട്ട് കാശ് കളയേണ്ട കാര്യമില്ല. അപ്പോൾ ആ മണ്ഡലങ്ങളിൽ വിജയിച്ച് കുറച്ച് സീറ്റ് നേടുന്നു. ഇപ്പുറത്ത് LDF അധികാരത്തിൽ വരുന്നു, കോൺഗ്രസ് ദുർബലമാകുന്നു. അതാണ് നമ്മുടെ കേരളത്തിലെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്നാണ് BJP കാണുന്നത്. ഇതാണ് കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് CPMനും BJPക്കും ഒരേ പോയിൻ്റാണ്, ഒരു കോമൺ പോയിൻ്റിൽ അവർ നിൽക്കുന്നു എന്നുള്ള ഒരു സംഗതിയുണ്ട്. അപ്പോൾ അത് സൃഷ്ടിക്കാൻ പോകുന്ന ഭാവി കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ ഭാവി സാമൂഹിക അവസ്ഥയിൽ തന്നെ സൃഷ്ടിക്കാൻ പോകുന്ന അപകടങ്ങളെന്ത്, കുഴപ്പങ്ങളെന്ത്, കേരളത്തിൻ്റെ ഒരു സോഷ്യൽ എക്വിലിബ്രിയം അതിനെങ്ങനെയാണത് ബാധിക്കാൻ പോകുന്നുള്ള കാര്യമൊക്കെ വലിയ ഗൗരവപ്പെട്ട ചർച്ചയാണ്. പക്ഷെ അതിലേക്കാണ് പോകുന്നത്. CPM അങ്ങനെ ലൈൻ സ്വീകരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സർവൈവൽ വളരെ പ്രധാനമാണ്. കാരണം ഇന്ത്യയിലെ ഒരേ ഒരു അവസാനം ബേസിനായി നിൽക്കുന്നൊരു സ്ഥലമാണ്. ഇതുകൂടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ അപ്രസക്തമായി കഴിഞ്ഞു. നമുക്കറിയാം ബംഗാളിൽ ഒരു തിരിച്ചുവരവ് പോയിട്ട് ഒരു സീറ്റ് എന്നുള്ളത് പോലും സങ്കല്പിക്കാൻ പറ്റാത്ത അവസ്ഥയെ ത്രിപുര അങ്ങനെയായി. ഇതെങ്ങനെയെങ്കിലും നിലനിർത്തുക എന്നുള്ള പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ സർവൈവലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഒരു പാർട്ടിക്ക് ചിന്തിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്തി പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനെപ്പോഴും പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുകയും ചെയ്യുന്നത് ഒരു അധിക പറച്ചിലാണ്. അങ്ങനെ ചെയ്യരുതെന്നാണ് പറയാം. വേറൊരു പാർട്ടിയാകാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ യൂറോപ്പിൽ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞിട്ട്, ക്രിസ്ത്യൻ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് അതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജി തന്നെയാണ്. അതൊരു റൈറ്റ് വിങ് മൂവ്മെൻ്റ് അല്ല, റൈറ്റ് വിങ് പാർട്ടിയല്ല. അതൊരു ഒരു സെൻറ്റർ റൈറ്റ് എന്നോ സെൻട്രിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് യൂറോപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫോർമേഷനാണത്.
ഇപ്പം നമ്മുടെ അഞ്ചല മെർക്കറുടെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ, ജർമ്മനി ഏറ്റവും കൂടുതൽ കാലം ജർമ്മനി ഭരിച്ച പാർട്ടിയാണ്. അതൊരു വർഗീയ പാർട്ടിയാണോ? അല്ല. അത് റൈറ്റ് വിങ് പാർട്ടിയാണോ? അല്ല. അതൊരു സെൻട്രിസ്റ്റ് പാർട്ടിയാണ്. പക്ഷേ അതേസമയം ഈ കാത്തലിക് വാല്യൂസ് മാത്രമല്ല, കാത്തലിക് വാല്യൂസും പ്രൊട്ടസ്റ്റൻ്റ് വാല്യൂസും എല്ലാം കൂടെ സമം ചേർത്തിട്ടുള്ള ഒരു തരം ഈ കൺസർവേറ്റീവിസവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ബ്ലെൻഡാണ്. അത് യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ട്രെൻഡാണ്. ജർമ്മനി ആവട്ടെ, സ്പെയിൻ ആകട്ടെ, സ്വിറ്റ്സർലൻഡ് ആവട്ടെ, നെതർലാൻഡ്സ് ആവട്ടെ, ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി, ക്രിസ്ത്യൻ ആക്ഷൻ പാർട്ടി, ഇങ്ങനെ പല പേരിൽ, ക്രിസ്ത്യൻ പീപ്പിൾസ് പാർട്ടി എന്ന പല പേരിൽ പ്രവർത്തിക്കുന്ന അതൊരു പൊളിറ്റിക്കൽ ട്രെൻഡാണ്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ട്രെൻഡിനുള്ള സ്കോപ്പും വാക്കവും ഉണ്ട്. അത് ഫില്ല് ചെയ്തോട്ടെ, അങ്ങനെ പാർട്ടിയായി മാറട്ടെ. ഒരു ഹിന്ദു ഡെമോക്രാറ്റിക് പാർട്ടിയായിട്ട് CPM വളരെ പെട്ടെന്ന് ഇവോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഒളിച്ചു കളി, വർഗീയതയെ കൂട്ടുപിടിക്കുക അതൊന്നും വേണ്ട. ഒരു ഹിന്ദു ഡെമോക്രാറ്റിക് പാർട്ടി ആവുന്നു, മുസ്ലിം ലീഗുമായിട്ടൊക്കെ ഒരു അലയൻസ് ഉണ്ടാവുന്നു, എന്ത് രസമായിരിക്കും. അങ്ങനെയുള്ള ഒരു കുറച്ചും കൂടെ എന്താ, കേരള ഹിന്ദുസ് ഡിസേർവ് എ ബെറ്റർ ഹിന്ദു പാർട്ടി എന്ന് പറയാം. ഹിന്ദുക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വർഗീയതയായിട്ട് നടക്കുന്ന BJP തന്നെ വേണോ? ഹിന്ദുസ് ഡിസേർവ് എ ബെറ്റർ ഹിന്ദു ഡെമോക്രാറ്റിക് പാർട്ടി. ആ നിലക്കുള്ള ഒരു വാക്വം അവിടെ ഉണ്ട്. അത് ഫില്ല് ചെയ്ത് അങ്ങനെ മാറുന്നതാണ് CPM കുറച്ചും കൂടെ സത്യസന്ധമാകുന്നത്. കാരണം കമ്മ്യൂണിസം ഇല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. പിന്നെ ഈ സോഷ്യലിസ്റ്റ് അവരുടെ ഈ എക്കണോമിക് പോളിസി അതെന്താണ് നമുക്കറിയാം. മാർക്കറ്റ് എക്കണോമിയിലേക്ക് അവർ തന്നെ വന്നു കഴിഞ്ഞു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല, അപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി, സോഷ്യൽ ഡെമോക്രസിയുടെ എലമെൻറ്റുകളാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ കവചങ്ങൾ, വെറുതെയുള്ള ഈ കമ്മ്യൂണിസത്തിൻ്റെ ആടയാഭരണങ്ങളൊക്കെ കളഞ്ഞ് അല്പം കൂടെ എക്സ്പ്ലിസിറ്റായുള്ള ഒരു ഹിന്ദു ഡെമോക്രാറ്റിക് പാർട്ടിയായി മാറുന്നതായിരിക്കും അവർക്കും കേരളത്തിനും ഗുണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. CPIM എന്തായാലും പുതിയ ചില സ്ട്രാറ്റജികൾ എടുക്കുന്ന നമ്മൾ കാണുകയാണ്. പക്ഷേ ഒരു കാര്യം അതിനകത്തുണ്ട്. കേരളം ഉണ്ടായ കാലം മുതൽ ഇങ്ങോട്ട് നാം കാത്തു സൂക്ഷിച്ചു പോരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷവും ഒരു മതനിരപക്ഷ അടിത്തറയൊക്കെ ഉണ്ട്. അതിൻ്റെ കടക്കൽ കത്തിവെച്ചിട്ടായാലും മൂന്നാമത് ജയിക്കണമെന്ന് വിചാരിക്കുന്നത് ഒരു തലമുറകളോട് ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും എന്ന പോയിൻ്റ് അവിടെ ഉണ്ട്.